ഹലോ, വെൽക്കം ടു മാക്സിയോൺ. IIT ജാം 2025 ലീനിയർ ആൾജിബ്രയിൽ ചോദിച്ചിട്ടുള്ള 2 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു പാർട്ട് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് ലീനിയർ ട്രാൻസ്ഫോർമേഷനായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും എയ്ഗൻ വാല്യൂ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുമുള്ള 2 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്: ഡിഫൈൻ ടി ഫ്രം R3 to R3 by t of xyz is equal to x plus z, 2x plus 3y plus 5z and 2y plus 2z for all xyz belongs to R3. അതായത് ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? R3യിൽ നിന്നും R3യിലോട്ട് ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഈ തന്നിരിക്കുന്ന ഫോമിലാണ് നമുക്ക് ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പം ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്, ഇതിൻ്റെ ഓപ്ഷൻസിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നിരിക്കുന്ന ലീനിയർ ട്രാൻസ്ഫോർമേഷൻ 1-1 ആണോ 1-2 ആണോ എന്നുള്ള കേസാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെയാണ് നമുക്ക് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഒരു 1-1 1-2ലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ടി എന്ന് പറയുന്ന ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് അത് 1-1 ആണ് എന്നുണ്ടെങ്കിൽ നമുക്കത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനായിട്ട് നമുക്ക് എന്ത് പറയാം? 1-1 ആവണമെങ്കിലുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നള്ളിറ്റി നമ്മൾ എടുക്കുകയാണെങ്കിൽ, അതായത് ഈ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ നള്ളിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ആ നള്ളിറ്റി എന്തായിരിക്കണം? 0 ആയിരിക്കണം. അതേപോലെ തന്നെ ഓൺ-ടു ആണെങ്കിൽ നമുക്ക് എന്ത് വേണം? റാങ്ക് എന്ന് പറയുന്നത്, ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ റാങ്ക് എന്ന് പറയുന്നത് നമുക്ക് ഡിഫൈൻ ചെയ്യുന്നത് ടി എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് വിയിൽ നിന്നും ഡബ്ല്യൂയിലേക്കാണെങ്കിൽ നമ്മുടെ കോ ഡൊമൈൻ്റെ ഡയമെൻഷൻ എന്താണോ ആ ഡയമെൻഷനോട് എന്താവണം? നമ്മുടെ റാങ്ക് ഓഫ് ടി അല്ലെങ്കിൽ റേഞ്ച് ഓഫ് ടീൻ്റെ അതിൻ്റെ സ്പേസ് നമുക്ക് ആ റേഞ്ച് ഓഫ് ടി എന്ന് പറയുന്ന സ്പേസിൻ്റെ ആ റാങ്ക് നമുക്ക് എന്തായിരിക്കണം? ഡയമെൻഷനോട് ഈക്വൽ ആയിരിക്കണം. ഇതാണ് നമുക്ക് 1-1 ആവാനും ഓൺ-ടു ആവാനുള്ള കണ്ടീഷൻ എന്ന് നമുക്ക് അറിയാം. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? നമുക്ക് ഒരു മെട്രിക്സ് രൂപത്തിലേക്ക് നമുക്ക് മാറ്റി എഴുതാം. അങ്ങനെ നമ്മൾ മെട്രിക്സ് രൂപത്തിലേക്ക് മാറ്റി എഴുതുകയാണെങ്കിൽ നമുക്ക് ട്രാൻസിഷൻ മെട്രിക്സ് ആയിട്ട് നമുക്ക് വരുന്നുണ്ടാവുക തന്നിരിക്കുന്ന ഈ ഒരു മെട്രിക്സിന് കറസ്പോണ്ടിങ് ആയിട്ട്, ഈ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷന് കറസ്പോണ്ടിങ് ആയിക്കൊണ്ട് നമ്മുടെ മെട്രിക്സ് എന്ന് പറയുന്നത് ഏത് രീതിയിലായിരിക്കും? നമുക്കതിനെ മാറ്റി എഴുതി കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ നമുക്ക് എക്സ് പ്ലസ് സെഡ് ആണ്. സോ അവിടെ y 0 ആയിരിക്കും, 1 0 1 എന്ന് വരുന്നുണ്ടാവും. സെക്കൻഡിൽ നമുക്ക് വരുന്നത് 2 3 5 ആണ്. ആൻഡ് തേർഡിൽ നമുക്ക് ഉണ്ടാവുക 0 2 2 ആണ്. ഇതാണ് നമ്മുടെ ട്രാൻസിഷൻ മെട്രിക്സ് നമുക്ക് വരുന്നുണ്ടാവുക. ഇതിൻ്റെ റാങ്കും നള്ളിറ്റിയും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ റാങ്കും നള്ളിറ്റിയും നമുക്ക് കിട്ടുന്നുണ്ടാവും. അതായത് ട്രാൻസിഷൻ മെട്രിക്സിൻ്റെ റാങ്കും നള്ളിറ്റിയും എന്താണോ അത് തന്നെയാണ് നമ്മുടെ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെയും റാങ്കും നള്ളിറ്റിയും ആയിട്ട് നമുക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ നമുക്കൊന്ന് മാറ്റിയെടുക്കാം, നമുക്ക് ട്രാൻസ്ഫോർമേഷൻ നടത്താം. അതിന് ട്രാൻസ്ഫോർമേഷൻ നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ രണ്ടാമത്തെ റോയിൽ നമുക്ക് എന്ത് കൊണ്ടുവരാം? നമുക്ക് റോ എക്ലോൺ ഫോമിലേക്ക് നമുക്ക് മാറ്റണം. അപ്പോൾ നമ്മൾ എക്ലോൺ ഫോമിലേക്ക് മാറ്റുന്ന സമയത്ത് സെക്കൻഡ് റോയിൽ നമുക്ക് R2 - 2 R1 നമുക്ക് ചെയ്യാം. അപ്പോൾ R2 - 2 R1 ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മെട്രിക്സ് എന്തായിട്ട് മാറുന്നുണ്ടാവും? 1 0 1 ആൻഡ് 2 3 5 എന്ന് പറയുന്ന നമ്മുടെ രണ്ടാമത്തെ റോ എങ്ങനെ മാറുന്നുണ്ടാവും? നമുക്ക് 0 3 3 എന്ന് പറഞ്ഞ് മാറുന്നുണ്ടാവും. ആൻഡ് അടുത്തതിൽ നമുക്ക് എന്തായിരിക്കും? നമുക്കിവിടെ 0 2 2 ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. ആൻഡ് ഫൈനൽ ഇവിടെ നമുക്ക് നോക്കിയാൽ തന്നെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം എന്താണ്? നമ്മുടെ രണ്ടാമത്തെ റോയും മൂന്നാമത്തെ റോയും ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള റോസ് ആണ്. അതിൽ നമുക്ക് എന്ത് ചെയ്യാം? R3യിൽ നമുക്ക് എന്ത് ചേഞ്ച് കൊണ്ടുവരാം? R3യിൽ നമുക്ക് 2R2 - 3R3 ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ്ലി നമുക്ക് ലാസ്റ്റ് റോ നമുക്കത് ചെയ്യേണ്ട ആവശ്യം തന്നെയില്ല, ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാം. എന്നാലും നമുക്കതൊന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏത് രീതിയിലേക്ക് വരുന്നുണ്ടാവും? 0 3 3 ആൻഡ് 0 0 0 എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് ഒരു എക്ലോൺ ഫോമിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇതിൽ നിന്നും നമുക്ക് ഇതിൻ്റെ റാങ്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് നോൺ സീറോ റോസ് ആണ് നമുക്ക് റാങ്ക് ആയിട്ട് വരുന്നത്. അങ്ങനെ എത്ര റോസുകളുണ്ട്? 2 റോസുകളുണ്ട്. സോ റാങ്ക് ഓഫ് ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 ആയിരിക്കും വരുന്നുണ്ടാവുക. ഇനി നള്ളിറ്റിയിലേക്ക് വരുന്ന സമയത്ത് നള്ളിറ്റി എന്തായിരിക്കും വരുന്നതാവുക? അവിടെ നമ്പർ ഓഫ് 0 റോസ് ആണ്. നമ്പർ ഓഫ് 0 റോസ് എന്ന് പറയുന്നത് 1 ആണ് നമുക്ക് വരുന്നുണ്ടാവുക. ഇനി നമ്മുടെ കണ്ടീഷനിലേക്ക് പോവാം. ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ 1-1 ആവണം എന്നുണ്ടെങ്കിൽ നള്ളിറ്റി ഓഫ് ടി എന്തായിരിക്കണം? 0 ആയിരിക്കണം. പക്ഷേ ഇവിടെ നള്ളിറ്റി ഓഫ് ടി 0 ആണില്ല, പകരം 1 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ തന്നിരിക്കുന്ന ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഒരു 1-1 അല്ലാത്ത ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്, അല്ലെങ്കിൽ നോട്ട് 1-1 എന്ന് നമുക്ക് പറയാം. ഇനി 1-1 നമുക്ക് അല്ലാതെ നമുക്ക് പ്രൂവ് ചെയ്യാം. അതായത് ഈ ഒരു നള്ളിറ്റി ഉപയോഗിക്കാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മളൊന്ന് ചെക്ക് ചെയ്യാം. ടി ഓഫ് 0 0 0 ചെയ്ത് കഴിഞ്ഞാൽ എന്താ നമുക്ക് കിട്ടുന്നുണ്ടാവുക? ടി ഓഫ് 0 0 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിനും വൈക്കും സെഡിനും 0 ആണെങ്കിൽ നമ്മുടെ ഇമേജും നമുക്ക് എന്ത് വരുന്നുണ്ടാവും? 0 0 0 തന്നെ വരുന്നുണ്ടാവും. ഇനി അതേപോലെ തന്നെ നമുക്ക് അടുത്തൊരു ഓപ്ഷനായിട്ട് ഇപ്പം നമുക്ക് എന്ത് ചൂസ് ചെയ്യാം? ഇവിടെ ഞാൻ -1 -1 1 ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ
എക്സ് ഈക്വൽ ടു 1, വൈ ഈക്വൽ ടു -1, എക്സ് ഈക്വൽ ടു -1, വൈ ഈക്വൽ ടു -1 ആൻഡ് സെഡ് ഈസ് ഈക്വൽ ടു 1 കൊടുത്തു കഴിഞ്ഞാൽ എഗെയിൻ അത് നമുക്ക് എന്തായിരിക്കും കിട്ടുന്നുണ്ടാവുക? 0 0 0 ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അതായത് 0 0 0യും അതേപോലെ തന്നെ -1 -1 1ഉം രണ്ടും മാപ്പ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? 0 0 0ലോട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തന്നിരിക്കുന്ന മെട്രിക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഈ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് എന്ത് പറയാം? 1 1 അല്ലാത്തൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നുണ്ടാവും. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് ഓൺ ടുവിൻ്റെ കേസാണ്. ഇവിടെ നമുക്ക് റേഞ്ച് അല്ലെങ്കിൽ റേഞ്ച് സ്പേസിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിൻ്റെ ഡയമെൻഷൻ നമുക്ക് കിട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ റാങ്ക് ഓഫ് ടി നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്താണ്? 2 ആണ് അല്ലേ? റാങ്ക് ഓഫ് ടി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് 2 ആണ്. നമ്മുടെ ഈ ഒരു ഓൺ ടുവിൻ്റെ ഒരു കൺസെപ്റ്റ് പ്രകാരം നമുക്ക് എന്ത് വേണം? നമുക്ക് റാങ്ക് ഓഫ് ടി എന്ന് പറയുന്നത് ഡയമെൻഷൻ ഓഫ് ഡബ്ല്യുവിനോട് ഈക്വൽ ആയിരിക്കണം. ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് വരുന്നത് എവിടെ നിന്ന് എങ്ങോട്ടാണ്? R3യിൽ നിന്നും R3ലോട്ടാണ്. ഇതാണ് നമ്മുടെ എന്തായിട്ട് വരുന്നത്? കോഡൊമൈൻ, അല്ലെങ്കിൽ നമുക്ക് ഡബ്ല്യു എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ രണ്ടാമത്തെ സെറ്റായിട്ട് അല്ലെങ്കിൽ രണ്ടാമത്തെ സ്പേസ് ആയിട്ട് നമുക്ക് വരുന്നത്. അപ്പോൾ ഈ കോഡൊമൈൻ R3യുടെ ഡയമെൻഷൻ നമുക്കറിയാം അല്ലേ? ഡയമെൻഷൻ ഓഫ് R3 എന്ന് പറയുന്നത് എന്താണ്? 3 ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് റേഞ്ച് ഓഫ് ടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റാങ്ക് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്, വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് R3 ഡയമെൻഷനോട് ഈക്വൽ അല്ല. അപ്പോൾ അതിനർത്ഥം എന്താണ്? ഈ തന്നിരിക്കുന്ന ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഒരു ഓൺ ടു അല്ലാത്ത ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് തന്നു കഴിഞ്ഞാൽ ആ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ 1 1 ആണോ ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ക്രൈറ്റീരിയ നമ്മൾ ഉപയോഗിച്ചാൽ മതി. അതായത് ടി ഫ്രം വി ടു ഡബ്ല്യു ആണെങ്കിൽ നള്ളിറ്റി ഓഫ് ടി ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് 1 1 ആണെന്ന് പറയാൻ പറ്റും. ഇനി അതേപോലെ തന്നെ റാങ്ക് ഓഫ് ടി എന്ന് പറയുന്നത് ഡയമെൻഷൻ ഓഫ് ഡബ്ല്യുവിനോട് ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഓൺ ടു ആണെന്ന് പറയാൻ പറ്റും. ഇനി അതേപോലെ നമ്മൾ ഡിറ്റർമിനൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഡിറ്റർമിനൻ്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇവിടെ നമുക്ക് എന്തായിരിക്കും? ഇൻവേർട്ടിബിൾ ആയിരിക്കും. ഇൻവേർട്ടിബിൾ ആണെങ്കിൽ ആ തന്നിരിക്കുന്ന ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ബോത്ത് 1 1 ആൻഡ് ഓൺ ടു ആയിരിക്കും എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഈ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷനിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് നമുക്ക് 1 1 ഓൺ ടുവിൻ്റെ കൺസെപ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉത്തരം പറയാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് നമുക്ക് 2025 ജാമിൽ നമുക്ക് ചോദിച്ചിട്ടുള്ളത്. ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ എന്താണ്? ലെറ്റ് എം ഇസ് എ മെട്രിക്സ്, ഒരു 3x3 മെട്രിക്സ് തന്നിട്ടുണ്ട്. ആ 3x3 മെട്രിക്സിനകത്ത് നമുക്ക് സം റിയൽ എക്സ് എന്ന് പറയുന്ന ഒരു അൺനോൺ നമുക്കിവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് A33 ആയിട്ട് എക്സ് എന്ന് പറയുന്ന ഒരു അൺനോൺ നമുക്ക് അവിടെ ഉണ്ട്. ഇനി നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ എന്താണ്? ഇഫ് 0 ഈസ് ആൻ എയ്ഗൻ വാല്യൂ ഓഫ് എം, 0 എന്ന് പറയുന്നത് എമ്മിൻ്റെ എയ്ഗൻ വാല്യൂ ആണെങ്കിൽ, തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ എയ്ഗൻ വാല്യൂ ആണെങ്കിൽ m⁴ പ്ലസ് എം ഇൻറ്റു ദ വെക്റ്റർ 101 എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ m⁴ പ്ലസ് എം 101 എന്താണെന്നുള്ളത് നമുക്ക് അറിയണം. അത് അറിയണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് എന്ത് ആവശ്യമുണ്ട്? ഈ എമ്മിനകത്ത് നിന്ന് നമ്മുടെ മെട്രിക്സിനകത്തുള്ള എക്സിനെ നമുക്ക് ഫൈൻഡ് ചെയ്യണം. എക്സിനെ ഫൈൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ആകെ തന്നിരിക്കുന്ന ഹിൻറ്റ് എന്ന് പറയുന്നത് 0 ഈസ് ആൻ എയ്ഗൻ വാല്യൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം നമുക്ക് ഒരു 3x3 മെട്രിക്സ് ആയതുകൊണ്ട് തന്നെ എമ്മിന് നമുക്ക് എന്തുണ്ടാവും? 3 എയ്ഗൻ വാല്യൂസ് ഉണ്ടാവും. 3 എയ്ഗൻ വാല്യൂസ് എന്ന് പറയുന്നത് ഏതൊക്കെ? നമുക്ക് λ1, λ2, λ3 ആയിട്ട് എടുക്കാം. അതിൽ λ1ൻ്റെ വാല്യൂ നമുക്കറിയാം, λ1 ഈക്വൽ ടു 0 ആണ് എന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഒരു എയ്ഗൻ വാല്യൂ 0 ആണ്. ഈ എയ്ഗൻ വാല്യൂവിനെ നമുക്ക് ഡിറ്റർമിനൻ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റർമിനൻ്റ് ഓഫ് എം എന്ന് പറയുന്നത് എന്താണ്? λ1, λ2, λ3. അതായത് പ്രൊഡക്റ്റ് ഓഫ് എയ്ഗൻ വാല്യൂസ് എന്താണ്? ഡിറ്റർമിനൻ്റിനോട് ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് λ1 0 ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഡിറ്റർമിനൻ്റ് 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ എമ്മിൻ്റെ ഡിറ്റർമിനൻ്റ് നമ്മൾ കാണുകയാണെങ്കിൽ, എമ്മിൻ്റെ ഡിറ്റർമിനൻ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് 2 ഇൻറ്റു നമുക്ക് എന്ത് വരുന്നുണ്ടാവും? x - 0 ആൻഡ് അടുത്തതിൽ നമുക്ക് 0 ഇൻറ്റു ആണ്, നമുക്ക് അതുകൊണ്ട് നമ്മൾ എഴുതുന്നില്ല, നമുക്ക് ഓൾറെഡി 0 ആയിട്ട് മാറുന്നുണ്ടാവും. -1 ഇൻറ്റു 0 - 2 എന്നായിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് വരുന്നുണ്ടാവും? 2x + 2 ആയിരിക്കും നമുക്ക് ഡിറ്റർമിനൻ്റ് കിട്ടുക, വിച്ച് ഇസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഡിറ്റർമിനൻ്റ് 0 ആണ്. 2x + 2 = 0 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? x = -1 ആയിരിക്കും. അതായത് എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? -1 ആണെന്ന് കിട്ടി. അതായത് നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മുടെ എം എന്ന് പറയുന്ന മെട്രിക്സ് എങ്ങനെയായിട്ട് മാറും? 20 - 1, 41 - 4 ആൻഡ് എഗെയിൻ 20 - 1 എന്ന് നമുക്ക് വരുന്നുണ്ടാവും. ഇതാണ് നമുക്ക് എം എന്ന് പറയുന്ന മെട്രിക്സ്. ഈ ഒരു മെട്രിക്സ് നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ റോ സമ്മ് നമ്മളൊന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈച്ച് റോ സമ്മ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് റോൻ്റെ സമ്മ് 1 ആണ്, സെക്കൻഡ് റോൻ്റെ സമ്മ് 1 ആണ്, തേർഡ് റോൻ്റെ സമ്മ് 1 ആണ്.
അപ്പോൾ റോസം 1 ആണെങ്കിൽ അല്ലെങ്കിൽ റോസം ഈക്വൽ ആണെങ്കിൽ നമുക്കറിയാവുന്ന ഒരു കാര്യം എന്താണ്? എല്ലാ റോസമ്മുകളും ഈക്വൽ ആണെങ്കിൽ അതെന്തായിരിക്കും? ഒരു ഈഗൻ വാല്യൂ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്ന അടുത്ത കാര്യം എന്ന് പറയുന്നത് എന്താണ്? രണ്ടാമത്തെ ഒരു ഈഗൻ വാല്യൂ നമുക്ക് കിട്ടും. രണ്ടാമത്തെ ഒരു ഈഗൻ വാല്യൂ λ2 = 1 ആണെന്ന് നമുക്ക് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഒന്നാമത്തെ ഈഗൻ വാല്യൂ നമുക്ക് 0 ആണെന്ന് കിട്ടി. രണ്ടാമത്തെ ഈഗൻ വാല്യൂ നമുക്ക് 1 ആണെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് വെറുതെ മൂന്നാമത്തെ ഈഗൻ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക? ട്രേസ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഈഗൻ വാല്യൂസിന്റെ സം ആണെന്ന് നമുക്ക് പറയാം അല്ലെ. ട്രേസ് ഓഫ് എം എന്ന് പറയുന്നത് λ1 + λ2 + λ3 ആണ്. ട്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമ്മുടെ ഡയഗണൽ എൻട്രീസുകൾ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 1 -1 ആയിരിക്കും വരുന്നുണ്ടാവുക. അതിന് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 എന്ന് കിട്ടുന്നുണ്ടാവും. λ1 0 ആണ്, λ2 1 ആണ്, ആൻഡ് λ3 നമുക്ക് അങ്ങനെ എടുക്കാം. സോ ഇവിടെ നിന്നും λ3യുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? 1 എന്ന് നമുക്ക് കിട്ടുന്നുണ്ടാവും. സോ λ2 = 1 ആണ്, λ3 = 1 ആണ്, λ1 = 0 ആണ്. 3 ഈഗൻ വാല്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ശരിക്കും ആവശ്യമില്ല എന്നല്ല, നമുക്ക് 1 ഈഗൻ വാല്യൂ ആണെന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമത് നമ്മൾ വെറുതെ നമ്മളതൊന്ന് കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് കൂടെ നമ്മളത് കണ്ടുവെച്ചു എന്നേ ഉള്ളൂ. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. എന്താണ് നമ്മുടെ ചോദ്യം പറഞ്ഞിട്ടുള്ളത്? m⁴ + m × 101 എന്തിനോട് ഈക്വൽ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ 2 ഈഗൻ വാല്യൂസ് അല്ലെങ്കിൽ 2 ഡിസ്റ്റിങ്ക്റ്റ് ഈഗൻ വാല്യൂസ് ആണ് ഉള്ളത്. 0 എന്ന് പറയുന്ന ഒരു ഈഗൻ വാല്യൂ, 1 എന്ന് പറയുന്ന ഒരു ഈഗൻ വാല്യൂ. അതിനെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പം ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? mv നമ്മൾ എടുക്കുകയാണെങ്കിൽ m × v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്നത് v ആയിട്ട് നമുക്ക് ഏത് വെക്ടർ എടുക്കാം? 101 നമുക്ക് എടുക്കാം. അപ്പോൾ m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെട്രിക്സ് 2 0 -1 ആണ്, ആൻഡ് 4 1 -4 again 2 0 -1. അതിനെ നമ്മൾ v എന്ന് പറയുന്ന 101 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 101 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടുന്നുണ്ടാവും? നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 2 -1 again 1 ആയിരിക്കും. പിന്നെ നമുക്ക് 4 0 -4 എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ആൻഡ് അടുത്ത് നമുക്ക് എന്ത് കിട്ടും? 1 എന്ന് കിട്ടുന്നുണ്ടാവും. അപ്പോൾ mv ചെയ്ത സമയത്ത് m × v ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള എന്താണ്? 101 which is nothing but v തന്നെ. അതായത് mv = v എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഈഗൻ വാല്യൂവിന്റെ ഡെഫിനിഷൻ പ്രകാരം mv = λv ആണെങ്കിൽ ലാംഡ ആണ് നമ്മുടെ ഈഗൻ വാല്യൂ ആയിട്ട് നമ്മൾ പറയുന്നുണ്ടാവുക. അപ്പോൾ ഈ കേസിൽ നമുക്ക് എന്ത് കൺക്ലൂഷനിലേക്ക് എത്താം? v എന്ന് പറയുന്നത് എന്താണ്? ഒരു ഈഗൻ വെക്ടർ ആണ്. v ഈസ് ആൻ ഈഗൻ വെക്ടർ ഓഫ് ഏത് ഈഗൻ വാല്യൂ ആണ്? λ = 1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈഗൻ വെക്ടർ ആണ് അല്ലേ. mv = λv ആയിരുന്നെങ്കിൽ നമുക്ക് എന്താണ്? ലാംഡ എന്ന് പറയുന്നതാണ് നമ്മുടെ ഈഗൻ വാല്യൂ. ഈ v എന്ന് പറയുന്നതാണ് നമുക്ക് എന്ത് വരുന്നത്? ഈഗൻ വെക്ടർ ആയിട്ട് നമുക്ക് വരുന്നുണ്ടാവാം. അപ്പം ഈഗൻ വാല്യൂ ആയിട്ട് നമുക്ക് 1 കറസ്പോണ്ടിങ് ആയിട്ട്, കാരണം mv = v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? mv = 1v ആണ്. അപ്പം 1 എന്ന് പറയുന്ന ഈഗൻ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് v എന്ന് പറയുന്ന ഈഗൻ വെക്ടർ. എന്താണ് v എന്ന് പറയുന്നത്? 101 എന്ന് പറയുന്ന വെക്ടർ. അങ്ങനെയാണെങ്കിൽ mv = λv ആണെങ്കിൽ നമുക്ക് ഏതൊരു ഇൻറ്റിജറിന് കറസ്പോണ്ടിങ് ആയിട്ടും നമുക്ക് എന്ത് പറയാം? ഫോർ എനി ഇൻറ്റിജർ k എന്ന് പറയുന്ന ഇൻറ്റിജർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ mv = λv ആണെങ്കിൽ ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് m⁴kv എന്ന് പറയുന്നത് എന്താണ്? λ⁴kv നോട് ഈക്വൽ ആണ്. ഇത് നമുക്ക് ഈഗൻ വെക്ടർ അല്ലെങ്കിൽ ഈഗൻ വാല്യൂ ആയിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഇതിൽ നമുക്ക് വന്നിരിക്കുന്നത് എന്താണ്? ലാംഡ എന്ന് പറയുന്നത് 1 ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? m⁴kv എന്ന് പറയുന്നത് 1⁴kv ആയിരിക്കും, വിച്ച് ഈസ് നത്തിങ് ബട്ട് m⁴kv = v എന്ന് കിട്ടും. അതായത് എമ്മിൻ്റെ പവറിൽ എന്ത് വന്നു കഴിഞ്ഞാലും അതെന്തായിരിക്കും? v ആയിരിക്കും. അതായത് ഇതിൽ നിന്ന് നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? m⁴v എന്ന് പറയുന്നതും എന്ത് തന്നെയായിരിക്കും? v ആയിരിക്കും. ഇവിടെ നമുക്ക് 2 കാര്യങ്ങൾ കിട്ടി. mv എന്ന് പറയുന്നത് v ആണ്, അല്ലേ, mv എന്ന് പറയുന്നതും v ആണ്. അതേപോലെ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? m⁴v എന്ന് പറയുന്നത് എന്താണ്? v ആണ്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? m⁴ + m × നമ്മുടെ v ആണ് നമുക്ക് വരുന്നത് അല്ലേ. m⁴ + m × v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ m⁴v + mv എന്ന് വരുന്നുണ്ടാവും. എന്താണ് m⁴v? അത് v തന്നെയാണ്. ആൻഡ് mv എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്ത് തന്നെയാണ്? v തന്നെയാണ്. ആൻഡ് vനെ നമ്മൾ ആഡ് ചെയ്ത് കഴിയുന്ന സമയത്ത് 101 + 101 നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്ത് വരുന്നുണ്ടാവും? 202 എന്ന് നമുക്ക് വരുന്നുണ്ടാവും. ആൻഡ് 202 ആയിരിക്കും നമുക്ക് എന്തായിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ ആയിട്ട് m⁴
പ്ലസ് എം ഇൻറ്റു 101 എന്ന് നമുക്ക് വരുന്നുണ്ടാവാം. സോ ഇവിടെ നമുക്ക് എന്ത് കൺക്ലൂഷനിലേക്ക് എത്താം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടുക എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയ്ഗൺ വാല്യൂ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ബേസിക് ഡെഫിനിഷൻ മാത്രമാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് ഡിറ്റർമിനൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഡിറ്റർമിനൻറ്റ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് എയ്ഗൺ വാല്യൂസ് ആണെന്ന് നമ്മൾ യൂസ് ചെയ്തു. അതേപോലെ തന്നെ ട്രേസ് എന്ന് പറയുന്നത് സം ഓഫ് എയ്ഗൺ വാല്യൂസ് ആണെന്ന് നമ്മൾ യൂസ് ചെയ്തു. അതേപോലെ തന്നെ നമുക്ക് എം വി അല്ലെങ്കിൽ നമ്മൾ കോമൺലി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എ വി ഈസ് ഈക്വൽ ടു ലാംഡ വി എന്നാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ബേസിക് ഡെഫിനിഷൻ എയ്ഗൺ വാല്യൂവിൻ്റെയും എയ്ഗൺ വെക്ടറിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബേസിക് ഡെഫിനിഷൻ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ഫൈനൽ ആൻസറിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു പാർട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് IIT JAM 2025 ചോദിച്ചിട്ടുള്ള 2 ചോദ്യങ്ങളാണ്. 2 ലീനിയർ ആൾജിബ്രയിൽ ബന്ധപ്പെട്ടുകൊണ്ട്, ഒന്ന് ലീനിയർ ട്രാൻസ്ഫോർമേഷനായിട്ട് കണക്ട് ചെയ്തുകൊണ്ടും മറ്റൊന്ന് എയ്ഗൺ വാല്യൂ ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ടുള്ള 2 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു പാർട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. താങ്ക്